ചെടി? ഇതാരീ ചെടിയൊക്കെ ഉണ്ടാക്കണത്? ആരാ? ഉമ്മച്ചിയാണ് ഉണ്ടാക്കല്? ഉപ്പ ഉണ്ടാക്കലുണ്ടോ? ഇതാര് ചെടിയാണ്? ഈ ചെടിത്തോട്ടൊക്കെ ആരതാ? ഉമ്മാടതാണ്? ഓക്കെ ഓക്കെ. ഇതില് മണ്ണൊക്കെ നിറച്ചിട്ട് turtle-vin കുഴിച്ചിട്ടുണ്ട്. നല്ല ഭംഗിയായി വന്നിട്ടുണ്ട്. ഇത് ഇംബേഷ്യന്റെ ഒരു ഹൈബ്രിഡ് വിഭാഗമാണ് കേട്ടോ. അതിന്റെ പൂവുണ്ട്, അത്ര വലിപ്പമുണ്ട്. നോക്ക്, നല്ല ഭംഗിയുണ്ട് അല്ലേ? ഇപ്പോഴും നല്ല പൂവിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അത്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു ഗാർഡൻ ആണ്. അപ്പോൾ നല്ല അടിപൊളി ഗാർഡൻ ആണ്. കരുവാരകുണ്ടിൽ അബ്ബാസ് ഖാന്റെ വീട്ടിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. നമ്മൾ അബ്ബാസ് ഖാന്റെ ഗേറ്റിങ്ങനെ നിൽക്കുന്നത്. നമുക്ക് ഇതിൻ്റെ ഉള്ളിലത്തെ ഗാർഡനൊക്കെ കാണാം. ഈ ഒരു ഭാഗം ഫുള്ള് ഇങ്ങനെ അങ്ങ് തല വരെ ഉണ്ട് കേട്ടോ, ചെടികൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണിപ്പോൾ അവരുടെ വീട്. അപ്പോൾ വീടിൻ്റെ ഇറയത്ത് കൂടിയും എല്ലായിടത്തും കൂടിയും ഹാങ്ങിങ് പ്ലാന്റ്സുകളും ഉണ്ട്. പിന്നെ അതാ ഈ ഒരു ഫ്രണ്ട് വശം ഫുള്ള് ചെടികളാണ്. ഇതാ ഫിലോഡെൻഡ്രോൺ കയറ്റി വിട്ടിട്ടുണ്ടോ, ഒരു തെങ്ങിലാണ് കേട്ടോ അത് ഇങ്ങനെ കയറിയിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് ഒരു തലക്കെന്ന് ഇങ്ങനെ കണ്ടു തുടങ്ങാം. ആ ഒരു ഏരിയയിലൊക്കെ ഫുള്ള് ചെടികളാണ്. പിന്നെ അതാ ഈ ഒരു ഭാഗത്തൊക്കെ നമുക്ക് കാണാനുണ്ട്, ഒത്തിരി ചെടികളുണ്ട്. അപ്പോൾ നമുക്കത് ഓരോ ഭാഗത്തു നിന്നായിട്ട് കാണാം കേട്ടോ. അപ്പോൾ നമുക്കിനി ഈ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ കണ്ടുപോരാം. അപ്പോൾ ഗേറ്റ് കടന്ന് വരുന്ന ഭാഗത്തിന് ഉണ്ടോ ഒരു ക്രോട്ടൺ പ്ലാന്റ് ഒത്തിരി വലുതായിട്ടുണ്ട് കേട്ടോ, വലിയൊരു മരം പോലെ തന്നെ ആയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഈ ഒരു ഭാഗത്തൊക്കെ ഇങ്ങനെ കെട്ട് തിരിച്ചു കണ്ട് അതിൻ്റെ മുകളിലൊക്കെ ചെടി വെച്ചിട്ടുണ്ട്. പിന്നെ അതിനകത്ത് ഒത്തിരി ചെടികൾ വെച്ചിട്ടുണ്ട് കേട്ടോ. മെലസ്റ്റോമയെ കണ്ടോ, മെലസ്റ്റോമ വലിയ മരമായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിമൊക്കെ ഒത്തിരി പൂക്കളുണ്ട്. ഇപ്പോൾ ഈ മഴ ആയിട്ട് പോലും പൂക്കളായിട്ട് നിൽക്കുന്നുണ്ട് അതൊക്കെ. അപ്പോൾ അതൊന്നും ഇപ്പോൾ ചിലപ്പോൾ വീഡിയോയിൽ ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടാവില്ല. കണ്ടോ, നല്ല മരം പോലെ ആയിട്ടുണ്ട്, അത്യാവശ്യം നല്ല വലുതായിട്ടുണ്ട്. ഒത്തിരി വർഷം പഴക്കമുള്ള ചെടികളാണ് ഇതൊക്കെ. അപ്പോൾ ഇവിടുത്തെ അബ്ബാസ് ഖാ ഒരുപാട് കാലം മുന്നേ തന്നെ ചെടിയോട് ഒത്തിരി ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഒത്തിരി ചെടികൾ കുറേ കാലമായിട്ട് വളർത്തിക്കൊണ്ടിരുന്നതാണ് ഇതൊക്കെ. ഇതൊന്നും ഒരു വർഷം കൊണ്ടോ 2 വർഷം കൊണ്ടോ ഒന്നും ചെയ്തെടുത്താലല്ല കേട്ടോ. ഈ ഒരു പത്തിണിമുല്ലകളൊക്കെ കണ്ടോ, അതൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു ക്യാനാണ് കേട്ടോ. ക്യാൻ ഇങ്ങനെ വിലങ്ങനെ ആയിട്ട് പൊളിച്ചെടുത്തിട്ട് അതിൽ മണ്ണ് നിറച്ചിട്ടാണ് കേട്ടോ അത് നട്ടു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല ഭംഗിയുണ്ട് ഇതൊക്കെ കാണാൻ. പക്ഷെ ഇപ്പോൾ എന്താ പറയുക, മഴ ആയതുകൊണ്ടൊക്കെ ചീഞ്ഞ് പോയിട്ടുണ്ട് കുറേ. അതിൻ്റെ മദർ പ്ലാന്റൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞ് പുതിയത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ട്. ഈ ഒരു തിണ്ടിലൊക്കെ ഫുള്ളും പത്തിണിമുല്ലകളാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ മഴ ആയതുകൊണ്ട് അതൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ ഒരു ക്യാനിലുണ്ട് ഫുള്ള് ഹോളൊക്കെ ഇട്ടിട്ട് അതിലൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മഴ ആയതുകൊണ്ട് പോയതാണ്. പിന്നെ അതായത് മെലസ്റ്റോമൻ്റെ തൈ പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇവിടെ ഒരു ടിന്നിൽ. ഇതൊക്കെ അതുപോലെ തന്നെയാണ്, പ്ലാസ്റ്റിക് ക്യാനുകളാണ് കേട്ടോ ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ ഇവിടെ നമ്മളെ നാടൻ ചെടികൾ കുറച്ചുണ്ട്. പിന്നെ ബാക്കി ഇതാ മെലസ്റ്റോം വീണ്ടും നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ ഫുള്ള് അതാക്കി തീർക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഈ ഒരു ഏരിയ ഫുള്ള് ഇങ്ങനെ മെലസ്റ്റോം മാത്രമായിട്ട് നിൽക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും പൂത്ത് നിൽക്കുമ്പോൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇവിടെയൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു ക്യാനിൽ കൂടെയാണ് ഫുള്ളും ചെടികൾ. ഈ ഒരു ഭാഗം ഫുള്ള് അതാണ് കേട്ടോ, പ്ലാസ്റ്റിക്കിൻ്റെ ക്യാനുകളാണ്. വളരെ കുറച്ച് ചട്ടികളേ ഉള്ളൂ ഉപയോഗിച്ചിട്ട്. പിന്നെ എന്താ ഇവിടെയൊക്കെ അത് തന്നെയാണ്. ഈ ഒരു ഐഡിയ ഒക്കെ നിങ്ങളെ ഗാർഡനിലും എല്ലാവർക്കും കൊണ്ടുവരാം കേട്ടോ, കാരണം നല്ല ഭംഗിയാണ് ഇത് കാണാൻ. എന്നാലും കാശിനോട്ട് ചിലവ് ഇല്ലാനും, കാശിന് ചിലവ് കുറവാണല്ലോ ഇപ്പോൾ ഈ ഒരു പണിയൊക്കെ ആകുമ്പോൾ. ഈ ക്യാനൊക്കെ എന്തായാലും ഫ്രീ ആയിട്ട് കിട്ടും ചെയ്യും. നല്ല ഭംഗിയായി വന്നിട്ടുണ്ട്. ഈ ഒരു ടയറിൽ ഈ turtle-vin നട്ടു വെച്ചിരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അതൊരു നല്ലൊരു അട്രാക്ഷനാണ്. ഈ ഒരു ഗാർഡനിലേക്ക് നമ്മളെ വല്ലാതെ ആകർഷിക്കുന്ന ഒരു സംഭവം തന്നെ കേട്ടോ ഈ ഒരു turtle-vinൻ്റെ ഒരു ഐഡിയ. അപ്പോൾ ഇത് വേണമെങ്കിൽ എവിടേക്കെങ്കിലും മാറ്റി വെക്കണമെങ്കിൽ മാറ്റി വെക്കും ചെയ്യാം. അപ്പോൾ ഇവിടെ ടയർ കൊണ്ട് മാത്രമല്ല ഒന്നല്ല കേട്ടോ, അത് അവിടെ ഈ ഒരു മരത്തിലൊക്കെ ഇങ്ങനെ ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ടോ ഒക്കെ turtle-vin തന്നെയാണ്. ഇത് കണ്ടോ, നല്ല തിക്കായി വളർന്നിട്ടുണ്ട്, നല്ല വൈഡായിട്ട് നിൽക്കണോണ്ട് നല്ല ഭംഗിയാണ് ഇത് കാണാൻ. ഇപ്പോൾ ഇവിടെ കുറച്ച് വെയിലായതുകൊണ്ടാണ് ഇങ്ങനെ മങ്ങി കാണുന്നത്. ഭയങ്കര ഭംഗിയുണ്ട് കാണാൻ. ഇത് നമ്മളെ പെഡസ്റ്റൽ ഫാൻ ഉണ്ടാവില്ലോ, പെഡസ്റ്റൽ ഫാനിൻ്റെ ആ ഒരു മുകളിൽ ആ നെറ്റ് ഉണ്ടല്ലോ, അതാണ് ഇതിന് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അതിലൊക്കെ ഇപ്പോൾ ഒട്ടും മണ്ണ് കൊള്ളും, എന്നാലും അതിൽ നല്ല തിക്കായിട്ട് തന്നെ വളർന്നിട്ടുണ്ടാകും. അപ്പോൾ ഇതിന് അധികം മണ്ണൊന്നും ആവശ്യമില്ല ഈ turtle-vin ഉണ്ടാവാൻ. അപ്പോൾ അതിൻ്റെ ഒരു തെളിവ് തന്നെയാണിത്. അപ്പോൾ നല്ല ഭംഗിയായി തിക്കായിട്ട് വളർന്നിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട് കേട്ടോ അത് കാണാൻ. അപ്പോൾ ഈ turtle-vin ശേഷം ഇവിടെ ഈ തിണ്ട് കൂടെ ഒക്കെ ഒരു ചെടി വെച്ചിട്ടുണ്ട്. അതൊക്കെ ഈ ക്യാനിൽ കൂടെ തന്നെയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ കാര്യമായിട്ട് വെച്ചിട്ടുള്ളത് പോപ്പിച്ചെടിയാണ്. അപ്പോൾ ഈ മഴയൊക്കെ ആയതുകൊണ്ട് പോപ്പിച്ചെടിയൊക്കെ ഇങ്ങനെ കുറച്ച് ഡള്ളായിട്ടുണ്ട്. പിന്നെ ഈ നമുക്കിവിടെ ഈ കൊറോണയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നേരത്തെ വന്നാൽ നമുക്ക് വീഡിയോ പിടിക്കാൻ പറ്റില്ല.
അത് നമ്മൾ തൊട്ടടുത്ത് തന്നെ കേട്ടോ, വീടിൻ്റെ അടുത്താണ് ഈ ഒരു ലൊക്കേഷൻ ഉള്ളത്. അപ്പോൾ അവിടെ വന്നിട്ട് വീഡിയോ പിടിക്കാനുള്ളൊരു ഇതുണ്ടായിരുന്നില്ല, അതുകൊണ്ട് നമ്മൾ ചെയ്യാതിരുന്നത് ഇത്രയും വൈകിയത്. എനിക്കൊണ്ട് അതൊരു വലിയ നഷ്ടമായി പോയി തോന്നുന്നു. ഇതിലേറെ ഒന്നും കൂടി ഭംഗിയിൽ നിങ്ങൾക്കിത് കാണിച്ചു തരാഞ്ഞു ഇതിന് മുന്നേ നമ്മൾ വന്നിട്ട് എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ. അപ്പോൾ ഏതായാലും നമുക്ക് ഈ ഒരു ഭംഗിയായാലും ആസ്വദിക്കാമല്ലോ. അപ്പോൾ നല്ല ഭംഗിയുണ്ട്. ഇവിടെ കോളിയസ് പ്ലാന്റുകളെ കണക്ഷനാണ് ഇവന് വെച്ചിട്ടുള്ളത്. കാരണം അതായത് വീടിൻ്റെ വലത് വശത്താണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ആ ബാക്ക് സൈഡിൽ നിന്നാണ് ഇങ്ങനെ പിടിച്ചു പോരുന്നത്. അപ്പോൾ ഇവിടെ നമ്മളെ 10 മണിമുല്ലകളൊക്കെ സേഫാക്കി വെക്കാൻ വേണ്ടിയിട്ട് അവർ ആ എറയത്തേക്ക് മാറ്റി വെച്ചിട്ടാണ്. അപ്പോൾ ഇത് കണ്ടോ, ഇത് ഇതിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് കണ്ടോ. ഈ ഒരു 10 മണിമുല്ലകളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് റബ്ബറിൻ്റെ ആ ഒരു ട്രേ ഉണ്ടല്ലോ, റബ്ബർ ഷീറ്റ് സെറ്റാക്കാൻ വെക്കുന്ന ആ ട്രേയിലാണ് കേട്ടോ അവർ ഈ ചെടികളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട് കാണാൻ. പക്ഷെ ഇപ്പോൾ പൂവൊന്നുമില്ല, കാരണം ഇതൊക്കെ പുതിയതായിട്ട് നട്ടുപിടിപ്പിച്ചിരിക്കുകയാണ്. കാരണം മഴയത്ത് ഇത് മിസ്സാകാതെക്കാൻ വേണ്ടിയിട്ട് അവരിവിടേക്ക് മാറ്റി വെച്ചിട്ടുള്ളതാണ്, മഴ കൊള്ളാത്തൊരു ഭാഗത്തേക്ക്. അപ്പോൾ ഇതൊക്കെ അതിന് മുന്നേ ഇവിടെ ആ തിണ്ടിൽ വെച്ചിരുന്ന ചെടികളാണ്. അപ്പോൾ ഞാനിപ്പോൾ ഈ താഴെ ഭാഗത്തുള്ള ചെടികളാണ് കേട്ടോ കാണിക്കുന്നത്. ഇതിൻ്റെയൊക്കെ മുകളിലും ഒത്തിരി ഹാങ്ങിങ് പ്ലാന്റ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതാദ്യം കാണാം, അതിന് ശേഷം നമുക്ക് ഹാങ്ങിങ് പ്ലാന്റ്സ് നോക്കാം. ഇത് ഇംബേഷ്യൻ്റെ ഒരു ഹൈബ്രിഡ് വിഭാഗമാണ് കേട്ടോ. അതിൻ്റെ പൂവുണ്ട്, അത്ര വലിപ്പമുണ്ട്, നോക്ക് നല്ല ഭംഗിയുണ്ട് അല്ലേ. ഇപ്പോഴും നല്ല പൂവിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ഇതാ ഇവിടെ ഒരു വെർട്ടിക്കൽ ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. റൗണ്ട് വെർട്ടിക്കൽ ഗാർഡൻ ആണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഇപ്പോൾ അടുത്ത് സെറ്റാക്കി വെച്ചിട്ടേ ഉള്ളൂ. അതിൽ നമ്മളെ എമിഗ്രാഫിയ റപ്പൻ്റെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്, സ്റ്റാർ ഗ്രാസ് എന്നറിയപ്പെടുന്നത്. ഇത് പിന്നെ നമ്മളെ വീട്ടിൽ ഒത്തിരി ഉണ്ടല്ലോ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പിന്നെ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കയറി കാണണം കേട്ടോ. പിന്നെ അത് അവിടെ ഒരു അഗ്ലോണിമെൻ്റ് കുറച്ച് വിഭാഗങ്ങളൊക്കെ ഉണ്ട്, കലാത്തിയ. പിന്നെ അതാ കാക്ടസ് വിഭാഗത്തിൽപ്പെട്ട 1-2 ഇരിക്കുന്നുണ്ട് ഇവിടെ നല്ല ചട്ടിയിൽ. ഇതൊക്കെ മഴയത്ത് നിന്ന് കണ്ട് വല്ല മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതേ ടൈപ്പിലല്ലേ അതിന് ഒരു 4 ചട്ടികളിലൊക്കെ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ബിഗോണിയ ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം വീടിൻ്റെ ഫ്രണ്ട് സൈഡിലെത്തി കേട്ടോ. അവരെ കാർ പോർച്ചിൻ്റെ ഈ സൈഡ് ഭാഗത്താണ് കേട്ടോ ഇതൊക്കെ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതുവരെ നമ്മൾ കണ്ടത് ആ നിലത്ത് വെച്ചിട്ടുള്ള ചെടികളാണ് കേട്ടോ. പിന്നെ അവർ ഹുക്കുമ്പോൾ ഒരുപാട് ചെടികൾ തൂക്കിയിട്ടുണ്ട്. ഒക്കെ ഓരോ ഗ്യാപ്പ് ഇട്ടുകൊണ്ട് ഓരോ ഹുക്ക് പിടിപ്പിച്ചിരിക്കുകയാണ്. അതിലൊക്കെ ഹാങ്ങിങ് പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കേട്ടോ, ഒത്തിരി ചെടികളുണ്ട്. അപ്പോൾ അവിടെ ഓരോന്നിൻ്റെയും പേരൊന്നും ഞാൻ സെലക്ട് ചെയ്ത് പറയണില്ല. നല്ല ഭംഗിയുള്ള ചെടികളാണൊക്കെ. അപ്പോൾ നമുക്ക് ഇതല്ലാതെ ഓരോന്നിങ്ങനെ കണ്ടു നോക്കാം. വേരിഗേറ്റഡ് ലീഫ് ആയിട്ടില്ല കേട്ടോ, നല്ല റോസും ഗ്രീനും പാട് ചേർന്നൊരു കളറാണ്. അപ്പോൾ ഇതിൽ വീഡിയോയിൽ കാണുമ്പോൾ അത്ര ക്ലിയർ ഇല്ല. അതിൻ്റെ വെറൈറ്റി കളറുകളൊക്കെ ഉണ്ട് കേട്ടോ, അവിടെ 2-3 വിധം കളറുണ്ട്. ഇത് നമ്മളെ ടർട്ടിൽ വൈൻ്റെ തന്നെ വേറൊരു വെറൈറ്റി ആണ് കേട്ടോ. കുറച്ചൊരു വലിയ ലീഫും അതിൻ്റെ തണ്ടൊക്കെ ഉണ്ടോ, കുറച്ചും കൂടി ഒരു വണ്ണൊക്കെ ഉണ്ട്. നമ്മളെ സാധാ ടർട്ടിൽ വൈൻ്റെ ലുക്കല്ല ഇതിന്. കാട്ടിലൊക്കെ ഉണ്ടാകുന്ന ടൈപ്പാണ് ഇത്. ഇനി അവരങ്ങനെ കൊടുന്ന് വെച്ചാണ് അറിയില്ല. അബ്ബാസ്ക്ക് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ചൊന്നും പറഞ്ഞു തരാൻ ആളില്ല കേട്ടോ ഇവിടെ. ആ സൈഡൊക്കെ കഴിഞ്ഞു നമുക്ക് ഈ സൈഡ് കാണാം. നമുക്ക് ഇവിടെ ഒരുപാട് ചെടികൾ നല്ല ഭംഗിയിൽ കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ അതേപോലെ തന്നെ അവർ തിണ്ട് തിരിച്ചിട്ടുണ്ട് കേട്ടോ. അതിലൊക്കെയാണ് ചെടികൾ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ഒക്കെ പ്ലാസ്റ്റിക്കിൻ്റെ ചട്ടികളിലാണ് അവർ സെറ്റാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ്. അതും വാങ്ങിച്ചതല്ല, ഒക്കെ വേസ്റ്റ് മെറ്റീരിയൽ. ഇത് കണ്ടോ, അത് ബോട്ടിലാണ്, നമ്മളെ പെപ്സിൻ്റെ ഇതിൻ്റെയൊക്കെ ബോട്ടിലുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ കുറച്ച് ചട്ടികളെ അവർ വാങ്ങിയതേ ഉള്ളൂ, ബാക്കി ഫുള്ള് ഇതേപോലെ തന്നെ ഉള്ള ചട്ടികളിലാണ് കേട്ടോ ചെടികളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട് ഇതൊക്കെ കാണാൻ. ഇതവിടെ ഒരാളുണ്ട് നമുക്ക് പരിചയപ്പെടാം. എന്താ മോൻ്റെ പേര്? പേര് പറ. ഇതെന്താണ്? ഇത് എന്താ ചെടി? അവന് ഒരുപാട് നേരമായി നമ്മൾ ഇങ്ങനെ വീഡിയോ എടുത്തപ്പോൾ അവൻ അതിലിങ്ങനെ വന്ന് നിൽക്കണ്. പറ വാ, ഓടി വാ, പറയൂ. ഇതേതാ ചെടി? ഇതാരാ ഈ ചെടിയൊക്കെ ഉണ്ടാക്കണത്? ആരാ?
ഉമ്മച്ചിയാണ് ഉണ്ടാക്കല്? ഉപ്പപ്പ ഉണ്ടാക്കലുണ്ടോ? ഇത് ആര് ചെടിയാണ്? ഈ ചെടിത്തോട്ടൊക്കെ ആരതാ? ഉമ്മാടതാണ്? ഓക്കെ ഓക്കെ. അപ്പോൾ ഇതവിടെ അവർ ഇതപ്പോൾ പുതിയതായിട്ടൊരു സെറ്റിങ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. കല്ലൊക്കെ വെച്ച് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. ഒരു കോർണറൊക്കെ തിരിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും വലുതായിട്ടില്ല. അപ്പോൾ കണ്ടോ, ഈ ഒരു പാമ്പ് നിൽക്കുന്നത് എവിടെയെന്ന് കണ്ടോ എല്ലാവരും വലിയൊരു ക്യാനിലാണ്. മോനത് നമുക്കത് കാണിച്ചു തരുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. കണ്ടു. അതാ മോനെ നമുക്ക് നല്ല പോലെ പരിചയപ്പെടുത്തി തരുന്നുണ്ട്. അതാ അവിടെ കണ്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു സൈഡിൽ കുറച്ച് ഭാഗങ്ങൾ പോന്നിട്ടുണ്ട്. ഇവിടെ കണ്ടോ, അവിടെ ഇതൊക്കെ സെറ്റ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെയാണ് അവർ ചട്ടികളായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് വളരെ കുറച്ചേ ഉള്ളൂ. അപ്പോൾ ഇത് കണ്ടോ, ഇതും അതുപോലെ ഒരു ക്യാനിലാണ്. പിന്നെ ഇത് കണ്ടോ, ഇത് നല്ല ഭംഗിയിൽ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മളെ എപ്പീഷ്യൻ്റെ പ്ലാന്റ് ആണ്. പക്ഷെ അവരിത് സെറ്റ് ചെയ്തിരിക്കുന്നത് കണ്ടോ, ഇത് നമ്മളെ PVC ഒരു 4 ഇഞ്ച് വണ്ണല്ല PVC ഉണ്ടാവുമല്ലോ, അതിലാണ് കേട്ടോ അവരിതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഒരു കുഞ്ഞ് ഗേറ്റ് ഉണ്ട് അവർക്ക്. അതിൻ്റെ ഈ ഒരു ഭാഗത്തും അതേപോലെ തന്നെ 2 ഭാഗത്ത് എപ്പീഷ്യൻ്റെ പ്ലാന്റ്സ് ഇങ്ങനെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്തും കുറേ ചെടികൾ വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടോ പൂ വിരിഞ്ഞിട്ടുണ്ട്. അയ്യോ, പൂ പറിച്ച്. അവരിവിടെ ഇങ്ങനെ ഒരു സ്ലോപ്പ് ആക്കി എടുത്തിട്ട് അവിടുന്ന് ഇങ്ങനെ ഒഴുകി വരുന്ന രീതിയിലാണ് ഇത് സെറ്റ് ആക്കിയിട്ടുള്ളത്. അവിടെ ഒഴുകി വരുന്ന അവിടെ ഒരു ചട്ടിയൊന്നും ഇപ്പം ഇല്ല. അപ്പം നല്ല ഭംഗിയിൽ നല്ല സ്പ്രെഡായി വന്നിട്ടുണ്ട്. പിന്നെ ഈ മഴയൊക്കെ നല്ലോണം നിന്ന് കഴിഞ്ഞാൽ അത് ചീഞ്ഞു പോകും. ഇപ്പം നല്ല ഭംഗിയിൽ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ turtle-vin കഴിഞ്ഞാൽ അവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ടും ഉണ്ട് കേട്ടോ, കുറച്ച് ചെടികൾ വെച്ചിട്ടുണ്ട്. പിന്നെ അവരെ ബാക്ക് വശമാണ്. പിന്നെ എക്സ്ട്രാ വരുന്ന ചെടികളൊക്കെ അതാണ്ട് അതിൻ്റെ അപ്പുറത്ത് കുറച്ച് നട്ടു വെച്ചിട്ടുണ്ട്. ഫ്രണ്ട് വശമാണ്. ഇവിടെ ഉണ്ട് ഒരുപാട് ചെടികൾ, ഹാങ്ങിങ് പ്ലാന്റ്സും ഒരുപാടുണ്ട് ഇവിടെ. അപ്പോൾ മുകളിലൊക്കെ അവർ turtle-vin-ഉം പിന്നെ ടാങ്കിൾ ഹേർട്ടുമാണ് സെറ്റ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ മഴ ആയതുകൊണ്ട് ചീഞ്ഞു പോകാൻ തുടങ്ങിയെന്നാണ് അവർ പറയുന്നത്. പിന്നെ അതാ കണ്ടോ, ഞാൻ പറഞ്ഞില്ല ആ ഒരു 4 ഇഞ്ചിലെ പൈപ്പിൽ സെറ്റ് ചെയ്തത് കണ്ടോ, turtle-vin സെറ്റ് ചെയ്തിരിക്കണം. നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ ആർക്കെങ്കിലും ഇങ്ങനെ അതേപോലെ ഐഡിയകൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്കിതൊക്കെ ഒരു കോപ്പി അടിക്കട്ടോ. നല്ല അടിപൊളി ഒരു ഐഡിയ ആണിത്. കണ്ടോ, നല്ല തൂണിൽ ഇങ്ങനെ ഇരിക്കണ കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ അവിടെ അതിലൊരു ചട്ടി ഉണ്ടെന്ന് പോലും അറിയണില്ല. അതിങ്ങനെ കവറായി വന്നിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ. ഈ ഒരു വശത്തും അവർ അതേപോലെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഫുള്ള് ഇലച്ചെടികളാണ്. അതായത് ഫിലോഡെൻഡ്രോൺ, സിങ്കോണിയം, പിന്നെ വീണ്ടും ഒരു ഫിലോഡെൻഡ്രോൺ തന്നെ ഒരു ചട്ടിയിൽ അതിന്മേ കയറ്റി വിട്ടിട്ടുണ്ട്. പിന്നെ ഇത് നമ്മളെ മണി പ്ലാന്റ്, യെല്ലോ മണി പ്ലാന്റ് ആണ്. അപ്പോൾ അതാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ സാൻസവേരിയ വെച്ചിട്ടുണ്ട്. സാൻസവേരിയാണ് അതിൻ്റെ ഫ്രണ്ടിൽ സെറ്റാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഇതിൽ ഇത്രയാണ് സെറ്റാക്കിയിട്ടുള്ളത്. പിന്നെ അതിൻ്റെ മുകളിൽ ഇതാ സെറ്റ് ചെയ്തിട്ടുള്ളത് വാട്ടർമെലോൺ പ്ലാന്റ് ആണ് ഇവിടെ സെറ്റാക്കിയിട്ടുള്ളത്, ഹാങ്ങിങ് പ്ലാന്റ്സ്. പിന്നെ ഇതിൻ്റെ പേര് ടാങ്കിൾ ടിയറിങ് ബേബി ടിയർന്നോ അങ്ങനെ എന്താണ് ഈ ഒരു ചെടീൻ്റെ പേര്. അപ്പോൾ അതാണ് നെക്സ്റ്റ് ആയിട്ട് കാണുന്നത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ എങ്ങനെ ഉണ്ടെന്ന് എനിക്കറിയില്ല. പിന്നെ അതായത് എൻജോയ് പോത്തോസ് ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഇതാ ഫിറ്റോണിയാണ്. ഫിറ്റോണിയൻ്റെ വലിയ ലീഫൊക്കെ ആയിട്ടുള്ള ഒരു ഫിറ്റോണിയാണ്, കുഞ്ഞേതല്ല. നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് ഈ ചെടി. ഇത് അതിലുണ്ടോ, അത് ഫ്ലവർ ചെയ്ത് നിൽക്കുന്നുണ്ടോ വാട്ടർമെലോണിൻ്റെ ചെടി. അപ്പോൾ ഇതാണ് ഇവിടെ ഈ ഫ്രണ്ട് വശത്ത് അവർ സെറ്റാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ചെടികളാണ് കേട്ടോ അവർ വീട്ടിൽ സെറ്റാക്കിയിട്ടുള്ളത്. അപ്പോൾ നല്ല ഭംഗിയിൽ തന്നെ ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ എടുക്കൽ കഴിഞ്ഞാണ് പോരാറിങ്ങിയപ്പോൾ തന്നെ മഴ ഇങ്ങനെ മൂടി നിൽക്കുന്നുണ്ട്. അബ്ബാസ്ക്ക് അപ്പോഴാണ് വന്നത് കേട്ടോ. അതുവരെ അബ്ബാസ്ക്ക് എത്തിയിട്ടുണ്ടായില്ല. അപ്പോൾ ഞങ്ങളോട് പോരുകയാണ്. ഞങ്ങളെ വീട് അതിലിങ്ങനെ ഈ റോട്ടിന് പോയി കഴിഞ്ഞാൽ 4 വീട് അപ്പുറത്താണ്. അപ്പോൾ അധികം ദൂരമൊന്നുമില്ല, ഞങ്ങൾ നടന്നാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇക്കയും മോളൊക്കെ അത് മുന്നിലെത്തിയിട്ടുണ്ട് കേട്ടോ.